ഏവിൻ മീഡിയ PTAയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് MVDയെ പറ്റി തന്നെയാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഏവിൻ മീഡിയയിലേക്ക് നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ന്യൂസുകളും നമ്മുടെ ഏവിൻ മീഡിയ വഴി നമ്മൾ പറയുന്നതാണ്. അതേപോലെ ഒരു ന്യൂസാണ് ഞാൻ ഇന്നും പറയാൻ പോകുന്നത്. മലപ്പുറത്ത് ചെക്കിംഗ് ഉണ്ടായി. വാഹന പരിശോധന എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി എന്തൊക്കെയാണ് അതായത് ഇല്ലീഗലായിട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി പരിശോധിക്കാൻ വേണ്ടിയാണ് MVD ആ ഒരു സ്റ്റാൻഡിൽ കയറി ചെല്ലുന്നത്. എന്നാൽ അവരുടെ ഒരുപാട് തെറ്റുകുറ്റിയാണ്. അവർ എയർ ഹോൺ വെച്ചതും അവരുടെ മറ്റ് പ്രശ്നങ്ങളും അവർ സ്റ്റിക്കർ ഒട്ടിച്ചതും ആ ഒരു സൈഡിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ബ്ലൈൻഡ് സ്പോട്ടായിട്ട് മാറുകയും ആ സൈഡിൽ കൂടെ പോകുന്ന ആളുകളെ കാണാൻ പറ്റാകുമ്പോൾ ഈ വാഹനം ചെന്ന് അവരെ ഇടിക്കുമെന്നൊക്കെ പറഞ്ഞാണ് MVD പെറ്റി അടിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പം അതുള്ള ഒരുപാട് നിയമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അവരെ പൂർണ്ണമായിട്ട് ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് MVD ചെയ്തത്. നല്ലത് തന്നെയാണ്, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്, നമ്മളും അംഗീകരിക്കുകയാണ്. നിയമങ്ങൾ നടപ്പാക്കുക തന്നെ വേണം, അതിൻ്റെ ഒരു തെറ്റുമില്ല, അത് കൃത്യമായിട്ട് തന്നെ നടത്തണം. എന്നാൽ ഒരു KSRTC വഴി വന്നപ്പോൾ അതിനെ ജനങ്ങൾ പ്രതിഷേധിക്കുകയും ആ വാഹനം പരിശോധിച്ചേ പറ്റൂ എന്ന് പറയുകയും ചെയ്തപ്പോൾ അവർ അത് പരിശോധിക്കുകയാണ്. അവർ പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ ടയറുകൾ കണ്ടീഷനല്ല, ആ വാഹനം കണ്ടീഷനല്ല, ആവശ്യമില്ലാത്ത നിയമം, അതായത് ഒരു റോഡിൽ ഇറങ്ങി ഓടാൻ യാതൊരു അർഹതയുമില്ലാത്തൊരു വാഹനം ജനങ്ങളെ കയറ്റി സ്റ്റാൻഡിനകത്ത് കയറി ജനങ്ങളെ കയറ്റി ആ വാഹനം ഓടുന്നു. ആ വാഹനം പരിശോധിച്ചതിന് ശേഷം ആ ഒരു MVD ആ വാഹനത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുക. അവസാനം ആ MVD അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കും. അത് നിങ്ങൾ കണ്ടോളൂ, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. मोटा टायर लगता हूँ പരിശോധിച്ച KSRTCക്ക് നമ്മൾ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. 4 ടയർ റെഡൊക്കെ ഉള്ള ടയർ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. എയർഫോൺ അതൊക്കെ പ്രശ്നങ്ങളില്ല. നമ്മൾ പരിശോധിച്ച വണ്ടിക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല.